ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കറൻറ്റ് എനർജി, അവരുടെ ഒരു തോട്ട്സ് എന്താണ്, അതുപോലെ തന്നെ അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നലെ നമുക്കറിയാം വെളുത്ത വാവായിരുന്നു. അപ്പോൾ ഫുൾ മൂണിനെ ബേസ് ചെയ്തിട്ടുള്ള റീഡിംഗ് തന്നെയാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അവരുടെ ഒരു ഫീലിങ്സ് കാര്യങ്ങൾക്കെല്ലാം എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ, ഇതിനകത്ത് വന്നിരിക്കുന്ന പേഴ്സൻ്റെ എനർജി ഏതാണ് എന്നുള്ളത് നമുക്കറിയില്ല. നമുക്ക് റീഡിംഗ് കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഫുൾ മൂൺ എഫക്റ്റും കൂടി ഇതിനകത്ത് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പൗർണമി റിച്വലിൽ പങ്കെടുക്കാനായിട്ട് പേരും നക്ഷത്രവും തന്നിട്ടുള്ള വ്യക്തികളുടെ ഞാനത് ആ ഒരു ടൈം വരെയുള്ളവരുടെ എല്ലാം സെലക്ട് ചെയ്തവരുടെ എല്ലാം ലൈക്ക് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം പിന്നീടും ആൾക്കാർ ഇട്ടിട്ടുണ്ടാവണം. അപ്പോൾ നമ്മളുടെ ആ ഒരു ടൈം കഴിഞ്ഞിട്ട് പിന്നെ അത് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ആ ഒരു സമയത്തിന് മുൻപ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി 2 ദിവസം മുൻപ് തന്നെ ആ ഒരു പോസ്റ്റ് ഇട്ടത്. അപ്പോൾ അതിൽ കൺസിഡർ ചെയ്ത എല്ലാവരുടെയും ആ ഒരു ഡീറ്റെയിൽസിൽ ഞാൻ ലൈക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെടുത്തു. കാര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിരുന്ന പോലെ തന്നെ നിങ്ങളും ആ ഒരു ഡേ നല്ല രീതിയിൽ ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രാവശ്യം വൈകിപ്പോയവരോ അല്ലെങ്കിൽ കാണാത്തവരോ ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട. നമുക്ക് അടുത്ത മന്തിൽ വീണ്ടും അതൊന്നും കൂടി ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ നമ്മളുടെ റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ അതിന് മുൻപായിട്ട് ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങളിത് എപ്പോൾ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് അപ്പം മുതൽ വാലിഡ് ആവുന്നതായിരിക്കും. ഇതിൽ പറയുന്ന ഇൻസിഡൻസ്, സിറ്റുവേഷൻസ് അല്ലെങ്കിൽ എനർജീസ് ഒന്നും നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണുമായിട്ട് റെസനേറ്റ് ആയി തോന്നിയില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളത് ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിക്കരുത്. നിങ്ങളുടേതായിട്ട് തോന്നിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടിട്ട് വിട്ടുകളഞ്ഞേക്കുക. അല്ല, നിങ്ങളുമായിട്ട് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള എനർജീസാണ് ഇതിനകത്ത് വന്നിട്ടുള്ളതെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജായിട്ട് മാത്രം മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് തന്നെ പ്രൊജക്ഷൻസ് എന്നുള്ള കാർഡാണ്. അതായത് നിങ്ങളും ഈ ഒരു പേഴ്സണും, നിങ്ങളിപ്പോൾ ആരെക്കുറിച്ചാണോ ഇത് കാണുന്നത്, ഈ ഒരു വ്യക്തിയും തമ്മിൽ ഇപ്പോൾ യാതൊരു ക്ലാരിറ്റിയും ഇല്ല. ഒരു കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഒരുമിച്ച് നല്ല രീതിയിൽ പോയിരുന്ന വ്യക്തികളായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്കൊരു വ്യക്തതയില്ല. അതായത് അവരെന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എന്താണെന്ന് നിങ്ങൾക്കോ നിങ്ങളുടെ കാര്യങ്ങൾ അവർക്കോ, 2 പേരും നമ്മളെന്താ പറയുക, നിൽക്കുന്നതിനിടയിൽ ഒരു ഗ്ലാസ് വെച്ച് മറച്ചിരിക്കുന്ന പോലെ ഉള്ളൊരു കാര്യമാണ്. നിങ്ങൾക്കറിയാം 2 പേരും അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാം. പക്ഷേ എന്നാൽ പല കാര്യങ്ങളും നിങ്ങൾക്കൊരു വ്യക്തതയുമില്ല. 2 പേർക്കും ഒരു വ്യക്തത ഇല്ലാത്ത തരത്തിലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്ന ആ ഒരു സമയത്ത് ഈ ഒരു പേഴ്സണാണ് ഏറ്റവും നല്ലതെന്ന്, അതുപോലെ തന്നെ നിങ്ങളാണ് ഏറ്റവും നല്ലത്, ഇതാണ് നിങ്ങളുടെ ഒരു റിയൽ ക്യാരക്ടർ എന്നുള്ളത് ഇവരും ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവാം. പക്ഷേ പിന്നീട് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് പോകുന്തോറും അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു ടൈമിൽ എത്തി നിൽക്കുമ്പോൾ നിങ്ങളുടെ ഒരു കൺസെപ്റ്റ് ആയിരുന്നില്ല ഈ വ്യക്തി, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച പോലെയല്ല, ഇവർക്ക് മറ്റൊരു ഫേസ് ഉണ്ട്. നിങ്ങളുടെ മുമ്പിൽ കാണിച്ചതല്ല, മറ്റൊരു ഫേസ് ആയിരുന്നു. യഥാർത്ഥത്തിൽ ഈ ആൾ ഇങ്ങനെയല്ല എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. ചിലപ്പോൾ അവർക്കും ഇത് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവാം. നമ്മൾ ഈ റിലേഷൻഷിപ്പിലൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവരും അങ്ങനെ തന്നെയാണ്. ആദ്യമേ ഒരു 95% അങ്ങനെ തന്നെയാണ്. അത്രയധികം ജെനുവിനിറ്റിയിൽ ഞാൻ എന്താണോ അങ്ങനെ തന്നെ നിൽക്കാം അല്ലെങ്കിൽ അങ്ങനെ തന്നെ പെരുമാറാമെന്ന് കരുതുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷെ ഭൂരിഭാഗം ആളുകളും നമ്മളൊന്ന് ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ യഥാർത്ഥ ആ ഒരു ഫീലിങ്സൊക്കെ മറച്ചു വെച്ചിട്ട് കുറച്ച് ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളായിരിക്കാം. അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് വെച്ചിട്ട് ഇവരുടെ മുമ്പിൽ കാണിക്കും. അതുപോലെ തന്നെ നേരെ തിരിച്ചും ഇങ്ങനെ മിക്ക റിലേഷൻഷിപ്പിലും നമുക്കിത് കാണാനായിട്ട് കഴിയും. കുറേ നാളുകൾ കഴിയുമ്പോഴാണ് തിരിച്ചറിയുന്നത് ഇങ്ങനെയല്ലായിരുന്നു, അവരിങ്ങനെയല്ലായിരുന്നു, അല്ലെങ്കിൽ നമ്മളിങ്ങനെയല്ലല്ലോ ആദ്യമേ അവരെക്കുറിച്ച് കരുതിയിരുന്നത്, ഇവർക്ക് ഇങ്ങനൊരു മുഖം ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഒരു തോന്നൽ നമുക്ക് പലർക്കും വരാം. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പായിരുന്നു ഇത്. അങ്ങനെയാണ് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നത്. അതായത് ഒരു കാലത്ത് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പലരോടും പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇവരാണ് നിങ്ങളുടെ സ്വർഗം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് തന്നെ ഇവർ മോശമാണ് അല്ലെങ്കിൽ ഇവർ കൊള്ളില്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നു. ചിലപ്പോൾ നിങ്ങൾ ഇതും നിങ്ങളുടെ വേണ്ടപ്പെട്ട ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞിട്ടുണ്ടാവാം.
ഇപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ഒരു പൊതുവായിട്ടുള്ള കാർഡ്സ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവർ വല്ലാത്തൊരു ഇന്നർ സ്ട്രഗിളിലൂടെയാണ് ഈ ഒരു പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ മൈൻഡിൽ നമുക്ക് മൈൻഡ് കാർഡ്സ് എടുത്ത് നോക്കിയാലും മനസ്സിലാവും ഒരു ഇന്നർ സ്ട്രഗിളുണ്ട്. പക്ഷേ ആ ഒരു സ്ട്രഗിളിനൊടുവിലായിട്ട് അവർക്ക് നല്ലൊരു ക്ലാരിറ്റിയും ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പക്ഷേ അവർ എന്താ പറയുക, ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരിക എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു എനർജിയിലാണ് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ഉള്ളത്. ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ചിലപ്പോൾ മെയിൽ പാർട്ട്ണറിന് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ഫീമെയിലിനായിരിക്കും. അപ്പോൾ ഇവർ നമ്മളൊരു എന്താ പറയുക, കിങ് ആൻഡ് ക്വീൻ എനർജിയിലാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മെയിലിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു കിങ് എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു ഫീമെയിൽ പാർട്ട്ണർക്ക് വേണ്ടിയാണ് കാണുന്നതെങ്കിൽ ഇവരൊരു ക്വീൻ എനർജിയിലാണ്. അതായത് ഈ ഒരു വ്യക്തി അത്രത്തോളം എന്താ പറയുക, കുറച്ച് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന, അതുപോലെ തന്നെ അവർ പെട്ടെന്നൊന്നും ആർക്കും കീഴ്പ്പെട്ട് പോവുകയോ അല്ലെങ്കിൽ എന്താ പറയുക മറ്റുള്ളവരുടെ ഡിസിഷൻസ് അംഗീകരിക്കുകയോ ഒന്നും ചെയ്യുന്ന വ്യക്തികളല്ല. അവർക്ക് ഏത് കാര്യത്തിലും അവരുടേതായ നിലപാടുകളുണ്ട്. അവരുടെ കാര്യങ്ങൾക്ക് ഒരു എന്താ പറയുക പ്രയോറിറ്റി കൊടുത്തതിന് ശേഷം മാത്രമേ ആരുടെ കാര്യങ്ങളും അംഗീകരിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു തരത്തിലുള്ള എനർജീസ് ഉള്ള വ്യക്തികളെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ സിംഗിളായിരിക്കാം നിങ്ങളുടെ ഈ വ്യക്തി. അല്ലാന്നുണ്ടെങ്കിൽ ഇനി ഫാമിലി ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ തന്നെ ഫാമിലിയോടൊപ്പം അത്ര അടുപ്പത്തിലായിരുന്ന വ്യക്തിയായിരിക്കില്ല, അല്ലെങ്കിൽ ഡിവോഴ്സി ആയിരിക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ ഇവർ നിങ്ങൾ പരിചയപ്പെടുന്ന ആ ഒരു സമയത്ത് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പാർട്ട്നേഴ്സൊക്കെ ഇവർക്ക് ഉണ്ടായാൽ പോലും ഇവർ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരുപക്ഷെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുണ്ടാവുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ പേരിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയുടെ പേരിലായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ യോജിച്ച് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ വന്നതുകൊണ്ടായിരിക്കാം. അതായത് ഇവിടെ ഒരു തർക്കങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ രണ്ടു പേർക്കും പരസ്പരം എന്താ പറയുക ഒരു ബോണ്ടിങ് ആയിട്ട് പോവാത്ത ഏതൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നതുകൊണ്ടായിരിക്കാം ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവുന്നത്. അതായത് ഇതിൽ വന്നിരിക്കുന്ന പേഴ്സൺസിൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് യോജിച്ച് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ആൾക്കാരെയാണ് നമുക്കിവിടെ കാണുന്നത്. അതായത് ഇവർ വഴക്കിട്ട് കഴിയുക, അല്ലെങ്കിൽ ഇവരുടെ മൈൻഡ് സ്റ്റേബിൾ അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവർ മോശം വേർഡ്സ് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഷൗട്ട് ചെയ്യാനോ വളരെ എന്താ പറയുക ഭീകരമായിട്ട് പ്രതികരിക്കാനോ ഒന്നും മടിയില്ലാത്ത തരത്തിലുള്ള വ്യക്തികളായിരിക്കും. ഇപ്പോൾ പലരും ഓരോ തരത്തിലാണല്ലോ. നമുക്കിപ്പോൾ ഒരു ദേഷ്യം വരാം അല്ലെങ്കിൽ ഒരു മോശം സിറ്റുവേഷനൊക്കെ വന്നാൽ ഓരോ വ്യക്തികളും ഓരോ രീതിയിലായിരിക്കും പെരുമാറുക. പക്ഷേ ഇവർ കുറച്ച് എന്താ പറയുക അക്രമാസക്തരാകുക എന്നൊക്കെ പറയുന്ന രീതിയിൽ കുറച്ച് ലൗഡായിരിക്കും ഇവരുടെ ദേഷ്യവും ഇതൊക്കെ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ പിന്നീട് ഇവരോട് സംസാരിക്കാനുള്ള പേടി കൊണ്ട് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവില്ല ഇവരുടെ ഒരു നേച്ചർ വെച്ചിട്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ വല്ലാതെ സെൽഫിഷും അതേപോലെ ഈഗോയിസ്റ്റിക്കും ഏത് തരത്തിലുള്ള ആളും ആയിക്കോട്ടെ, ഇപ്പോൾ ഇവർക്ക് നിങ്ങളുമായിട്ടൊരു കോംപ്രമൈസിന് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഗിവ് ആൻഡ് ടേക്കിന് ഇവർ താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അവസാന നാളുകളിലൊന്നും നിങ്ങൾക്ക് ഇവരുമായിട്ട് യാതൊരു വിധത്തിലുള്ള ഒരു എന്താ പറയുക ഒരു റിലേഷൻഷിപ്പിൽ വേണ്ട കൊടുക്കൽ വാങ്ങലുകളൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല, ഒരു പരിഗണന ഇവർ തന്നിട്ടുണ്ടാവില്ല. അങ്ങനെ പല കാര്യങ്ങളും സംഭവിച്ചേക്കാം. പക്ഷേ ഇപ്പോൾ ഇവരുടെ മനസ്സുകൊണ്ട് ഇവർക്ക് ആ ഒരു നന്നായി പോകണം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിലേക്ക് പോകണം, പഴയതുപോലെയല്ല നന്നായി നിങ്ങളുടെ കാര്യങ്ങൾ നോക്കണം എന്നൊക്കെയുള്ളൊരു മൈൻഡിലേക്ക് ഈ ഒരു പേഴ്സൺ എത്തിയിട്ടുണ്ട്. അതായത് ഒറ്റവാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ ഞാൻ ചെയ്തതും തെറ്റായിപ്പോയി എന്നുള്ളത് അവർ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ എന്ന് വിചാരിച്ച് 100% അവർ തന്നെയാണ് തെറ്റുകാർ എന്നുള്ളൊരു ചിന്ത അവർക്കില്ല. പക്ഷേ ഒരു റിലേഷൻഷിപ്പിൽ ചെയ്യേണ്ടുന്ന ചില വിട്ടുവീഴ്ചകളുണ്ട്, ചില കാര്യങ്ങളുണ്ട് എന്നുള്ളതൊക്കെ അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. അത് തിരുത്താനായിട്ടാണ് അവർ റെഡിയാവുന്നത്. ഇതിൽ വന്നിരിക്കുന്ന ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ കാർഡ് പറയുന്നത് പോലെയാണ്. അതായത് ഇവരിപ്പോൾ പരസ്പരം മനസ്സിലാക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, കോംപ്രമൈസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവർ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണ് ഈ ഒരു വ്യക്തിയുമായിട്ട് പിരിഞ്ഞു പോയത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചത് എന്നുള്ളത് നിങ്ങൾക്കേ അറിയുള്ളൂ. പക്ഷേ ആ ഒരു സിറ്റുവേഷനെക്കുറിച്ച് ഇവർക്ക് കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഇവർ മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ ഒരു കേജിനകത്ത് ഒരു പക്ഷി കടന്ന് വട്ടം കറങ്ങുന്ന പോലെ അതായിരുന്നു ഇവരുടെ ഒരു മൈൻഡ് നിങ്ങളുമായിട്ട് നോക്കുമ്പോൾ, നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് നോക്കുമ്പോൾ. പക്ഷേ ഇപ്പോൾ ആ ഒരു കേജിൽ നിന്ന് ആ ഒരു പക്ഷി ഇറങ്ങി സ്വതന്ത്രനാവുന്നത് എങ്ങനെയാണ് അതുപോലെ അവരുടെ മൈൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നിങ്ങളുമായിട്ട് ഒരു എന്താ പറയുക പുതിയ രീതിയിൽ അല്ലെങ്കിൽ ഫ്രഷായിട്ട് ഒന്നേ എന്നുള്ള രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം എന്നാഗ്രഹിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ തമ്മിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം സെപ്പറേഷനിൽ വന്നിട്ടുള്ള രണ്ട് വ്യക്തികളാണെങ്കിൽ കൂടിയും
ഇവർ അതിൽ നിന്നെല്ലാം തീർത്തും ഊരിപ്പോരാനായിട്ട് പ്രാപ്തരായിട്ടുള്ള വ്യക്തികളാണ്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു തെറ്റിദ്ധാരണ കൊണ്ടോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയാണ് ശരി എന്നൊക്കെ കരുതി എന്തെങ്കിലും ചെയ്തതായിരിക്കും. അപ്പോൾ അവർ ആ ഒരു കാര്യം ഇവിടെ റിയലൈസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ മാനസികാവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ബോൾഡായിട്ടുള്ള വ്യക്തികളാണ്. ഇവർക്ക് വിഷമം, സങ്കടം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പെട്ടെന്ന് അങ്ങനെ പുറത്ത് കാണിക്കില്ല, അവരുടെ ഉള്ളിൽ വെക്കും. ഇവരുടെ ഒരു തോട്ട്സ് അല്ലെങ്കിൽ ഇവരെന്താണ് ചിന്തിക്കുന്നത് എന്നൊക്കെ മറ്റൊരാൾക്ക് കണ്ടുപിടിക്കാനായിട്ട് വളരെ പ്രയാസമായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ കൂടെ റിലേഷൻഷിപ്പിലുള്ള ഒരു സമയത്താണെങ്കിൽ പോലും ഇവരെന്താ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഇവരുടെ എന്താണ് വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് നിങ്ങൾ നല്ലോണം പാടുപെടാൻ സാധ്യതയുണ്ട്. അതായത് കുറച്ച് തലതിരിവുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒറ്റ ബുദ്ധി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അങ്ങനെ സ്വന്തം ഇഷ്ടത്തിനങ്ങ് നടക്കുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇവർക്കിപ്പോൾ തലയിൽ കുറച്ച് വെളിച്ചം ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക്, നമുക്ക് ഇതിനകത്തുള്ള പല കാർഡ്സ് എടുത്ത് നോക്കിയാൽ അറിയാം, ഒരു ക്ലാരിഫിക്കേഷൻ ഇവർക്ക് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഒന്ന് നിങ്ങളുമായിട്ട് അടുക്കാനുള്ള ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു പ്രേരണ ഈ വ്യക്തിയുടെ മനസ്സിൽ പല രീതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ആ ഒരു കമ്പാരിസൺ കാർഡ് കൂടി വന്നതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു തേർഡ് പാർട്ടിയുടെ കാര്യം വളരെയധികം ശക്തമായി നമുക്ക് മനസ്സിലാക്കാം. അതായത് ചിലപ്പോൾ നിങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് അതാണ് കൂടുതൽ ബെറ്റർ, അല്ലെങ്കിൽ എൻ്റെ ഒരു വളർച്ചയിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ലൈഫിൽ കൂടുതൽ സഹായിക്കുന്നത് അങ്ങോട്ട് പോകുന്നതാണ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയാണ് എന്നുള്ളൊരു തോന്നൽ കാരണം തന്നെയായിരിക്കാം ഇവരങ്ങോട്ട് പോയിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ എന്താണ് അതിൻ്റെ ഒരു അനന്തരഫലം അവരിപ്പോൾ അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതെന്താണെന്നുള്ളത് അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു ടേണിങ് ഇൻ എന്നുള്ള നെക്സ്റ്റ് കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് പോയപ്പോൾ അവരപ്പുറത്ത് വലിയൊരു സംഭവമാണ്, അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടും, ആ ഒരു സിറ്റുവേഷനാണ് എനിക്ക് മെച്ചപ്പെട്ടത്. ഞാൻ പറഞ്ഞല്ലോ കമ്പാരിസനൊക്കെ ചെയ്ത് പോയതാണല്ലോ. പക്ഷേ അവിടെ ചെല്ലുമ്പോഴും ഇതിനപ്പുറമാണ്, ഇവിടെ വിചാരിച്ച അത്രയും ഒരു ഗ്രീനറി ഇവിടെയും ഇല്ല എന്ന് വിചാരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻസ് ഉണ്ടല്ലോ, ഇത് ആരോടും പറയാനും പറ്റില്ല, പറഞ്ഞു കഴിഞ്ഞാലും നാണക്കേടാണല്ലോ. അപ്പോൾ ചിലവർ പറയുന്നവരുണ്ട്, പക്ഷേ ഇവിടെയുള്ളൊരു പേഴ്സൺ അതൊന്നും അത്രയും പറയാനായിട്ട് സാധ്യതയില്ല. ചിലവർ ഓപ്പണപ്പായിട്ട് സംഭവിച്ച കാര്യങ്ങൾ തുറന്നു പറയുന്ന വ്യക്തികളും നാട്ടിലുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സൺ ഇതൊരു വല്ലാതെ ഒരു നാണക്കേടാണ്, അവർ വിചാരിച്ച കാര്യങ്ങളൊന്നും അവരുടെ ലൈഫിൽ നടന്നിട്ടില്ല എന്നറിയുമ്പോഴുള്ളത്. അപ്പോൾ ഇവരിപ്പോൾ ഒരു ഫേക്ക് സ്മൈലായിട്ട് അവരുടെ ഉള്ളിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ആ ഒരു ഫേക്ക് സ്മൈലായിട്ടാണ് ആളുകളെ നേരിടുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങളിവരെ കാണുന്നുണ്ടാവാം, അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് നിങ്ങളിൽ നടക്കുന്നു എന്നറിയാനായിട്ട് ഇവർ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ. ചിലപ്പോൾ ഒരു ഫ്രണ്ട്സ് വഴിയൊക്കെ അന്വേഷിക്കുന്നുണ്ടാവാം നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത്, നിങ്ങളും ചിലപ്പോൾ അങ്ങോട്ട് അന്വേഷിക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം, ചിലപ്പോൾ മ്യൂച്വലി ആയിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇതൊന്നും ആരും അറിയണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അവരിയ്ക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ അവരുള്ളൊരു സാഹചര്യത്തിലും അവർ ഡിസിഷൻസ് എടുക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നതായിട്ട്, അതുപോലെ കൺഫ്യൂസ്ഡ് ആയിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ, ഇപ്പോൾ ഈ ഒരു ഇമേജ് ഷീസോഫ്രീനിയ ഇമേജിൽ കാണുന്നത് പോലെ താഴെ വീണ എന്താ പറ്റുക, ആദ്യം കൈ വിടണോ അല്ലെങ്കിൽ കാല് വിടണോ എന്നറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നൊരവസ്ഥ. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഇവർ കടന്നു പോയിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടു പോരുന്ന ആ ഒരു സമയത്തും അവർക്ക് അതേപോലെയുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവാം. അതേ സെയിം ആ ഒരു കൺഫ്യൂഷൻ അവർക്ക് റീസെൻ്റ്ലി വരെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ അതിപ്പോഴും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം അതില്ല. ഇപ്പോൾ അവർക്ക് ആ ഒരു കൺഫ്യൂഷൻ മാറിയിട്ട് കാര്യങ്ങൾ വളരെയധികം ക്ലിയർ ആയിട്ടുണ്ട്. അതായത് അവരെ കൺഫ്യൂഷനിലാക്കിയ ആ ഒരു കാര്യത്തിന് അവരിപ്പോൾ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അവർക്കിപ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ ഉണ്ട് എന്താണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ ഒരു ആൻസറാണ് നിങ്ങളിലേക്ക് വരണം എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു കോംപ്രമൈസ് ചെയ്യണം, ഒരു മ്യൂച്വൽ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവണം. ആ ഒരു അവരുടെ ഒരു തെറ്റ് എന്താണെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. ചിലപ്പോൾ ഇവർ പുറത്ത് നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാലും സമ്മതിച്ച് തരുമോ പറയുമോ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ളൊരു കാര്യമൊന്നും ഇവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യേണ്ട. ഇവരിത് വന്ന് പറഞ്ഞ് നിങ്ങളോട് എല്ലാത്തിനും മാപ്പ് പറയും, ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറയും. അങ്ങനെയൊന്നും ഇവർ ഒരിക്കലും ഇവരുടെ ഒരു ഈഗോ ഹേർട്ടാവും, ഇവരതൊന്നും ചെയ്യില്ല. പക്ഷെ അവരുടെ മൈൻഡിന് അത് മനസ്സിലായിട്ടുണ്ട്. ഒരു റിലേഷൻഷിപ്പിൽ നല്ല റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഇങ്ങനെയൊന്നും അല്ല ഞാൻ ചെയ്യേണ്ടിയിരുന്നത്, എൻ്റെ ഭാഗത്ത് തെറ്റുകളുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ചിലപ്പോൾ മേ ബി നിങ്ങളുടെ തെറ്റാണ് അല്ലെങ്കിൽ നിങ്ങൾ കാരണമല്ല എന്നൊക്കെ ചിലപ്പോൾ സമർത്ഥിച്ചേക്കാം. അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് ഈ ഒരു പേഴ്സണ്. പക്ഷേ ഇപ്പോൾ ഇവരുടെ കൺഫ്യൂഷൻസ് എല്ലാം മാറി നിങ്ങളിലേക്ക് വരണം എന്നുള്ളത് ഒരു ക്ലിയർ കട്ടായിട്ട് ഡിസിഷൻ എടുത്തിട്ടുണ്ട്. ആ ഒരു ഷീസോഫ്രീനിയ എന്നുള്ള കാർഡിന് ശേഷം വന്നിരിക്കുന്ന അവയർനെസ് കാർഡ് പറയുന്നത് അത് തന്നെയാണ്. അതായത് അവരുടെ ആ ഒരു കൺഫ്യൂഷൻ എന്തിലായിരുന്നോ അല്ലെങ്കിൽ അവരുടെ മൈൻഡ് ഡൈവേർട്ട് ആയിരുന്ന എന്തിലാണോ അത് മാറി അവരിപ്പോൾ ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടുണ്ട്, ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളിലേക്ക് വരിക എന്നുള്ളതാണ് ആ ഒരു തീരുമാനം. അവർ അവെയർ ആയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും. അപ്പോൾ അവെയർനെസ് എന്ന് പറയുന്നത് തന്നെ ഒരു മേജർ അർക്കാന കാർഡാണ്. സോ അതൊരു സ്ട്രോങ് ഡിസിഷൻ ആണ് എന്നുള്ളത് തന്നെ മനസ്സിലാക്കാം.
അതുപോലെ ഇവിടെ ലാസ്റ്റായിട്ട് വന്നിരിക്കുന്നത് ആ ഒരു മെച്യൂരിറ്റി എന്നുള്ള കാർഡാണ്. അപ്പോൾ ആ ഒരു ഇമേജിൽ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം, വളരെ ഭംഗിയായിട്ട് ഭയങ്കര ഫ്ലറിഷ്ഡ് ആയിട്ടുള്ളൊരു കാർഡ്. അതിനകത്ത് ഒരുപാട് എന്താ പറയുക, പൂക്കളും ചെടികളും ഒക്കെ ആയിട്ട് ഒരു സമ്പൽ സമൃദ്ധി അല്ലെങ്കിൽ ഒരു തുടക്കം, അതാണ് നിങ്ങളിൽ നിന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഒരു നേച്ചർ വെച്ചിട്ട് ഇവർക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അത്രയും ആഗ്രഹമുണ്ട്. ചിലപ്പോൾ കുറേ പേർക്ക് കോൺടാക്റ്റ് കിട്ടിയിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ പതിയെ ഒന്ന് കോൺടാക്റ്റിലേക്ക് വരാനായിട്ട് വല്ല ഫ്രണ്ട്സിനെ പറഞ്ഞു വിടുകയോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വല്ല ഫോട്ടോസിനൊക്കെ ലൈക്ക് ചെയ്യുകയോ അങ്ങനെയൊക്കെ, അതായത് ഡയറക്റ്റ് വന്ന് മുട്ടുന്നതിന് മുൻപായിട്ട് നിങ്ങളായിട്ടൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ, അപ്പോൾ അവർക്ക് കാര്യങ്ങൾ എളുപ്പമായല്ലോ എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ്. അപ്പോൾ ഞാനിതിവിടെ പറയുന്നതുകൊണ്ട് ഈ ഒരു സിറ്റുവേഷനിലുള്ള വ്യക്തികൾ എന്നാൽ ഓടിപ്പോയി മിണ്ടിയേക്കാം, റീഡിങ്ങിൽ ഇങ്ങനെ കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യാനല്ല അത് പറയുന്നത്. നിങ്ങൾ കാര്യങ്ങൾ അവെയറായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. നമ്മളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും താഴ്ന്നു കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. എപ്പോഴും അവർ തന്നെ ഇങ്ങോട്ട് വന്ന് മിണ്ടട്ടെ അല്ലെങ്കിൽ ഞാൻ മിണ്ടില്ല എന്നുള്ളതൊന്നും അങ്ങനെ നമ്മൾ എന്താ പറയുക, അങ്ങനെ ഒരു ഈഗോയോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഒരു സെൽഫ് ഡിസ്റ്റൻസോ ഇട്ട് വെക്കേണ്ട ഒരു കാര്യമില്ല. നമ്മളുടെ അത്രയും നല്ലൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഞാൻ വലിയ സംഭവമാണ് അതുകൊണ്ട് അവരിങ്ങോട്ട് വരണം എന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും സംഭവിച്ചിരിക്കുന്ന സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം, ഏത് രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ട് പോയിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് അവർ പോയിട്ടുള്ളത്. നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് അവരുടെ കരഞ്ഞുകൊണ്ട് പിന്നാലെ നടന്നിട്ടുണ്ടാവാം, അവർ മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ചെന്ന് താഴ്ന്നു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അല്ല നിങ്ങളുടെ മിസ്റ്റേക്ക് കൊണ്ടാണ്, നിങ്ങളാണ് ആ ഒരു തെറ്റിദ്ധാരണക്ക് കാരണം, അല്ലെങ്കിൽ നിങ്ങൾ മൂലമാണ് നഷ്ടപ്പെട്ടതെങ്കിൽ നമ്മൾക്ക് അവിടെ ചെന്നൊരു സോറി പറയാനായിട്ടുള്ള ബാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം അവനവൻ്റെ ചോയ്സാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു, ആരുടെ ഭാഗത്തായിരുന്നു തെറ്റ് എന്നുള്ളതൊക്കെ. അപ്പോൾ ഇവിടെ നിങ്ങളെ ചവിട്ടി അരച്ചിട്ട് പോയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും അവരുടെ പുറകെ അവർ എന്താ പറയുക, എനിക്ക് പറ്റില്ല എന്ന് വിചാരിച്ച് കാല് പിടിച്ച് ചെല്ലേണ്ട ആവശ്യമില്ല. എപ്പോഴും അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ അവർ നമ്മളിലേക്ക് വരുന്നതാണ് ഉചിതം. അതാണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു തീരുമാനവും. പിന്നെ ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് വീണ്ടും പോകണമല്ലോ, അപ്പോൾ അതിനൊന്നും കൂടി ഒരു ആയുസ് കൊടുക്കുന്നതും അങ്ങനെയുള്ള തീരുമാനങ്ങളാണ്. അതുപോലെ ഇവിടെ ലാസ്റ്റായിട്ട് വരുന്നതും ആ ഒരു കോൺഷ്യസ്നെസ് എന്നുള്ള കാർഡാണ്. അപ്പോൾ അത് നമുക്കറിയാം, അതൊരു ബുദ്ധ ഫിഗറാണ്. അത്രത്തോളം ഒരു പ്രൊമിനൻ്റ് ആയിട്ടുള്ളൊരു ഫിഗർ ഇതിനകത്ത് വേറെ ഇല്ല. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഓവറോൾ എനർജി. ഉറച്ചൊരു തീരുമാനം, മൈൻഡ് ക്ലാരിറ്റി വന്നു കഴിഞ്ഞു. എന്താ പറയുക, വല്ലാത്ത രീതിയിലുള്ള ഹോണ്ട് ചെയ്യുന്ന പാസ്റ്റും അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും എല്ലാം നമ്മുടെ മനസ്സിനുള്ളിൽ ഒരു മാറാല പിടിച്ച പോലെ കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് അവർ ക്ലിയർ ആയിട്ട് വരാനായിട്ട് നിങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടിയിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ എത്രയും വേഗം, ചിലപ്പോൾ ഇവരുടെ ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വന്നിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് വിത്തിൻ വീക്സ് എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഇനി കൂടിപ്പോയാലായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം, അതിനുള്ളിൽ തന്നെ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സ്പ്രെഡിൽ നിങ്ങൾ രണ്ടുപേരെയും കുറിച്ച്, നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടി ഒരു മ്യൂച്വൽ എനർജി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, എന്നാലും വീണ്ടും അതിൻ്റെ ഒരു ഓവറോൾ എനർജി ആയിട്ട് ഞാൻ പറയുന്നതാണ്, നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വലിയ തോതിലുള്ള ഒരു തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ലായ്മ, നിങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ അവരുടെ മനസ്സിലും അതുപോലെ അവരുടെ കാര്യങ്ങളിൽ കുറേ തെറ്റിദ്ധാരണകൾ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് മാറിയിട്ട് എപ്പോൾ ഇതൊരു സുതാര്യമായിട്ട് പോകുന്നോ അപ്പോൾ മാത്രമേ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് അത്രത്തോളം ബ്യൂട്ടിഫുള്ളായിട്ടിരിക്കുകയുള്ളൂ. ഇവിടെ ഈ ഒരു പേഴ്സൺ ഞാൻ പറഞ്ഞതുപോലെ അത്രയും ഒരു സ്ട്രോങ് ആൻഡ് ബോൾഡ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി കിങ് ആൻഡ് ക്വീൻ എനർജീസിൽ വരുന്ന വ്യക്തികളാണ്. അപ്പോൾ അത്രയും ഒരു സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തികളാവുമ്പോൾ തന്നെ ഇവരെല്ലാം അങ്ങോട്ട് ഓപ്പൺ അപ്പ് ചെയ്ത് പറയില്ല. അല്ലെങ്കിൽ ഇവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവുള്ളൂ. ഒരു പക്ഷേ എന്തിനിവർ പോയി, എന്തിന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെ ആയി എന്നുള്ളത് നിങ്ങൾക്ക് പോലും ഐഡിയ ഉണ്ടാവുന്നുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടയിൽ കുറച്ച് തേർഡ് പാർട്ടീസ് ഉണ്ടായിട്ടുണ്ടാവും. അവരിത് മാക്സിമം രണ്ടുപേരെയും തമ്മിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. ഫൈനലി അപ്പോൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കിടയിലുള്ള ആ ഒരു കർട്ടൻ അത് മാറാൻ പോകുന്നു എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്കും മുഖത്തോട് മുഖം നോക്കി ഒരു ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് കിട്ടുന്നു. അപ്പോൾ അത്രത്തോളം ഒരു ക്ലാരിറ്റി ഉള്ള ഒരു റിലേഷൻഷിപ്പിലേക്കാണ് നിങ്ങൾ പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതോടുകൂടി എല്ലാം തീർന്നു, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളിൽ വന്നതോടുകൂടി ഇനിയിപ്പോൾ വേറെ ഒന്നും ഇല്ല എന്നുള്ള രീതിയിലാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ഓട്ടോമാറ്റിക്കലി ഒരു റിലേഷൻഷിപ്പ് അല്ലേ, കുറേ പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടായിന്ന് വരാം. അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ്, അവരുടെ ഒരു സ്വഭാവം നമുക്ക് പറയുന്നത് പോലെ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്ന പോലെ അത് അവരുടെ കൂടെ തന്നെ കാണും. പക്ഷേ
ഇവർ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് കുറച്ച് അവരുടെ പിടിവാശിയും കാര്യങ്ങളെല്ലാം മാറിയിട്ട് റിലേഷൻഷിപ്പിൻ്റെ വേണ്ടുന്ന റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളത് ഇവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി സ്മൂത്തായിട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന പേഴ്സൻ്റെ എനർജി, അതുപോലെ നിങ്ങളുടെ എനർജി. അപ്പോൾ നിങ്ങളുമായിട്ട് ഇത് റെസണേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഞാൻ ഇനി ഇവിടെ കൂടുതലായിട്ട് ക്ലൂസ് ഒന്നും എടുക്കുന്നില്ല, കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ തന്നു കഴിഞ്ഞു എന്താണ് എങ്ങനെയാണ് ഒരു വ്യക്തി എന്നുള്ളത്. അപ്പോൾ എല്ലാവരുടെയും പേഴ്സൺസ് ഇങ്ങനെ ആവില്ലല്ലോ, കുറച്ച് പേരുടെയോ കാണുള്ളൂ. അപ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് നിങ്ങളുമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടത് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് 100% പറയാം, ഈ ഒരു വ്യക്തി ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തും എന്നുള്ളതിൽ ഒരു തർക്കവും ഇല്ല. അപ്പോൾ നിങ്ങളുടെ ആ ഒരു നിങ്ങൾ ഇവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് തീർച്ചയായിട്ടും നടക്കും. ഇവർ ആക്ഷൻ എടുക്കും എന്നുള്ളത് തന്നെയാണ്. കാരണം ഇവർ അതുപോലെ എനർജി ഉള്ളൊരു വ്യക്തികളാണ്. കൂടുതലും പൈങ്കിളി രീതിയിൽ കാണുന്നൊരു വ്യക്തികളല്ല. റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും അത്രയ്ക്ക് അങ്ങോട്ട് ഒരു പൈങ്കിളി ആവാത്ത തരത്തിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവരൊരു മെച്യൂർ ആയിട്ടുള്ള ഡിസിഷൻ എടുത്തിട്ട് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വോയിസ് ഓവറാണ് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത് വീഡിയോസിലെല്ലാം. അപ്പോൾ നാളെ മുതൽ നമ്മൾ പഴയതുപോലെ തന്നെ ലൈവായിട്ട് കാണുന്ന രീതിയിൽ തന്നെ തുടങ്ങും. ഇവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നാളെ മുതൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ക്ലൂസൊക്കെ കുറച്ചും കൂടി എന്താ പറയുക, നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മളുടെ ഒരു ഒറ്റ ലൈഫല്ലേ ഉള്ളൂ, അതിൽ മുഴുവൻ ഇങ്ങനെ ഒരാളെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ ഡൗൺ ആയിട്ട് ഊണും ഉറക്കം ഉപേക്ഷിച്ചിരിക്കേണ്ട കാര്യമില്ല. നിങ്ങളെ സ്നേഹിച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് നോക്കുക. അപ്പോൾ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.